പറയാൻ ആഗ്രഹിക്കുന്നത് ധാരാളം കുട്ടികളെയും മുതിർന്നവരെയും ബുദ്ധിമുട്ടിച്ചു കൊണ്ടിരിക്കുന്ന ആസ്മ അല്ലെങ്കിൽ മലയാളത്തിൽ വലിവ് എന്ന് പറയുന്ന രോഗത്തെക്കുറിച്ചാണ്. പലപ്പോഴും ശ്വാസം എടുക്കുമ്പോഴും വിടുമ്പോഴും നമ്മുടെ നെഞ്ചിന് അല്ലെങ്കിൽ ചെസ്റ്റിന് ഒരു ടൈറ്റ്നസ്, ഒരു മുറുക്കം അനുഭവപ്പെടുന്നു. അതുപോലെ തന്നെ ചെറിയ ചെറിയ ബ്രീത്തിങ്, ഷോർട്ട് ബ്രീത്ത്നെസ് എന്ന് പറയുന്ന അവസ്ഥയുണ്ടാകുന്നു. പലപ്പോഴും വീസിങ് അല്ലെങ്കിൽ കുറുങ്ങൽ എന്ന് പറയുന്ന അവസ്ഥയുണ്ടാകുന്നു. പലപ്പോഴും ഇതിനോടനുബന്ധിച്ച് ചുമയും ഉണ്ടാകുന്നു. ഈ രോഗം നമ്മുടെ ജീവിതത്തെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു അവസ്ഥയാണ്. കുട്ടികളിലുണ്ടാകുന്ന നിരന്തരമായി നാം പറയുന്ന ജലദോഷം, ചെറിയ ചുമ, ഇടയ്ക്കിടയ്ക്കുണ്ടാകുന്ന പനി, ഇതെല്ലാം ആ ഘട്ടത്തിലെ യുക്തമായ ആയുർവേദ ഔഷധങ്ങൾ കൊടുത്തുകൊണ്ട് മാറ്റേണ്ടതാണ്. നമസ്കാരം, ഞാൻ ഡോക്ടർ ജി വിനോദ് കുമാർ, തിരുവനന്തപുരം ആയുർവേദ കോളേജ് പഞ്ചകർമ്മ വിഭാഗം പ്രൊഫസറായി റിട്ടയർ ചെയ്തു. ഇപ്പോൾ മഞ്ചേരി ഇലാജ് ആയുർ ഹെറിറ്റേജ് ഹോസ്പിറ്റലിൽ മെഡിക്കൽ സൂപ്രണ്ടായി ജോലി ചെയ്യുന്നു. ഇന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ധാരാളം കുട്ടികളെയും മുതിർന്നവരെയും ബുദ്ധിമുട്ടിച്ചു കൊണ്ടിരിക്കുന്ന ആസ്മ അല്ലെങ്കിൽ മലയാളത്തിൽ വലിവ് എന്ന് പറയുന്ന രോഗത്തെക്കുറിച്ചാണ്. നമുക്കറിയാം, ആധുനിക കാലത്തെ നമ്മളുടെ പ്രത്യേക സാഹചര്യത്തിൽ പൊല്യൂഷൻ അല്ലെങ്കിൽ വായുമലിനീകരണം, നമ്മുടെ പരിസര മലിനീകരണം, ഇവയെല്ലാം ഈ രോഗത്തെ മുമ്പെന്നേക്കാളും വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ഇതിന് ആയുർവേദത്തിൽ വളരെ ഫലപ്രദമായ ചികിത്സകളും ഇതിനെ കൺട്രോൾ ചെയ്യുവാനുള്ള മാർഗങ്ങളുമുണ്ട് എന്ന് ആമുഖമായി ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. ആസ്മ പലപ്പോഴും പാരമ്പര്യമായി വരാറുണ്ട്. എന്നാൽ പാരമ്പര്യമായി അല്ലാതെ തന്നെ ഈ വലിവ് അല്ലെങ്കിൽ ആസ്മ ഇന്ന് കൂടുതൽ ജനങ്ങളിലേക്ക് വ്യാപിച്ചു കൊണ്ടിരിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ വായു മലിനീകരണമാണ് അതിന് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാരണം. പല അലർജൻസും വ്യത്യസ്ത വ്യക്തികൾക്ക് വ്യത്യസ്ത കാര്യങ്ങളായിരിക്കാം അലർജിയായി വരാവുന്നത്. അതിൽ പ്രത്യേകിച്ചും വായുവിൽ കൂടി വ്യാപിക്കുന്ന ചിലതരം പുഷ്പങ്ങളുടെ പൊടികൾ, അതുപോലെ തന്നെ പൊടി, സാധാരണ മണ്ണിൽ നിന്നുണ്ടാകുന്ന പൊടി, അതുപോലെ തന്നെ വളർത്തുമൃഗങ്ങളിൽ നിന്നുണ്ടാകുന്ന വിവിധതരം പൊടികൾ, അതുപോലെ തന്നെ പലപ്പോഴും പാറ്റയുടെ ശരീരഭാഗങ്ങളിൽ നിന്നുണ്ടാകുന്നത്, ഇതെല്ലാം തന്നെ ഈ ശ്വാസകോശത്തെ ബാധിക്കുന്നതിനും അത് ആസ്മയായി രൂപാന്തരപ്പെടുന്നതിനും പലപ്പോഴും സാഹചര്യം ഉണ്ടാകാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ശ്വാസകോശത്തിനുണ്ടാകുന്ന രോഗാണുക്കളെ കൊണ്ടുള്ള നിരന്തരമായി ഉണ്ടാകുന്ന ഇൻഫെക്ഷൻ, അതുപോലെ തന്നെ നിരന്തരമായി ഉണ്ടാകുന്ന കോമൺ കോൾഡ് എന്ന് പറയുന്ന അവസ്ഥ, ഇതെല്ലാം തന്നെ ആസ്മയിലേക്ക് കാലക്രമേണ നയിക്കുന്നതായിട്ടാണ് കാണുന്നത്. ചില പ്രത്യേകതരം അലോപ്പതി ഔഷധങ്ങളുടെ നിരന്തരമായ ഉപയോഗവും ആസ്മയ്ക്ക് കാരണമായി പറയപ്പെടുന്നുണ്ട്. മറ്റൊന്ന്, നമ്മുടെ ജോലിസ്ഥലവുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന ഒക്യുപ്പേഷണൽ ആസ്മ എന്ന് തന്നെ അതിനെ പലപ്പോഴും പറയാറുണ്ട്. അവിടുത്തെ പ്രത്യേക സാഹചര്യങ്ങളും നമ്മുടെ ശ്വാസകോശത്തെ ബാധിക്കുകയും അത് ആസ്മയായി രൂപാന്തരം പ്രാപിക്കുന്ന അവസ്ഥയാണ് ഉണ്ടാകുന്നത്. ആസ്മയുടെ ലക്ഷണങ്ങൾ നമുക്കറിയാം. പലപ്പോഴും ശ്വാസം എടുക്കുമ്പോഴും വിടുമ്പോഴും നമ്മുടെ നെഞ്ചിന് അല്ലെങ്കിൽ ചെസ്റ്റിന് ഒരു ടൈറ്റ്നസ്, ഒരു മുറുക്കം അനുഭവപ്പെടുന്നു. അതുപോലെ തന്നെ ചെറിയ ചെറിയ ബ്രീത്തിങ്, ഷോർട്ട് ബ്രീത്ത്നെസ് എന്ന് പറയുന്ന അവസ്ഥയുണ്ടാകുന്നു. പലപ്പോഴും വീസിങ് അല്ലെങ്കിൽ കുറുങ്ങൽ എന്ന് പറയുന്ന അവസ്ഥയുണ്ടാകുന്നു. പലപ്പോഴും ഇതിനോടനുബന്ധിച്ച് ചുമയും ഉണ്ടാകുന്നു. ഇത്തരം ഘട്ടങ്ങൾ കുറച്ചു കാലം തുടർന്ന് നിന്നാൽ അതിനെ നമുക്ക് പലപ്പോഴും ആസ്മ എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തേണ്ടതായി വരും. ഈ രോഗം നമ്മുടെ ജീവിതത്തെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു അവസ്ഥയാണ്. അതുകൊണ്ട് അതിനെ നേരത്തെ തന്നെ കൃത്യമായി തിരിച്ചറിഞ്ഞ് ഡയഗ്നോസ് ചെയ്ത് ശാസ്ത്രീയമായ ചികിത്സകൾ അതിന് ചെയ്യണം. ആയുർവേദത്തിൽ ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾക്ക് വളരെ ഫലപ്രദമായ ചികിത്സയുണ്ട് എന്നുള്ളതാണ് വസ്തുത. ആസ്മ പോലെ കുറച്ച് ഗൗരവമുള്ള അവസ്ഥയിലേക്ക് വന്നു കഴിയുമ്പോൾ പഞ്ചകർമ്മത്തിലെ ചില പ്രത്യേക ചികിത്സാക്രമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ശരീരത്തെയും പ്രത്യേകിച്ച് ശ്വാസകോശത്തെയും ശുദ്ധീകരിച്ച് അതിനുശേഷം വളരെ സ്പെസിഫിക്കായിട്ട് ഇത്തരം അവസ്ഥകൾക്ക് പറഞ്ഞിട്ടുള്ള
ഔഷധങ്ങൾ സേവിപ്പിച്ച് ഈ രോഗത്തിൽ നിന്ന് മോചിപ്പിക്കുന്നതാണ് രീതി. ധാരാളം ഔഷധങ്ങൾ ആയുർവേദത്തിൽ ചുമ, അതുപോലെ തന്നെ ശ്വാസം മുട്ട് എന്നിവയ്ക്ക് നിർദ്ദേശിച്ചിട്ടുണ്ട്. ഓരോ രോഗിയുടെയും പ്രത്യേക ശരീരാവസ്ഥ കണക്കിലെടുത്ത് അതിനുശേഷം ഈ രോഗത്തിൻ്റെ ആ ഘട്ടത്തിലുള്ള അവസ്ഥയെ മനസ്സിലാക്കിക്കൊണ്ട് ശരിയായ ഡോക്ടറുടെ കീഴിൽ നിങ്ങൾക്ക് ഇത്തരം ഔഷധങ്ങൾ സേവിച്ചാൽ ഈ രോഗത്തിൽ നിന്ന് മോചനം ലഭിക്കുവാൻ സാധിക്കും. അതിനോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനമാണ് ഈ രോഗത്തിന് കാരണമായിട്ടുള്ള പൊടി, പുക, മറ്റ് അലർജി വസ്തുക്കൾ എന്നിവ ഒഴിവാക്കണമെന്നുള്ളത്. അതുപോലെ തന്നെ നമ്മളുടെ പാനീയങ്ങളിൽ തന്നെ വളരെ തണുത്ത പാനീയങ്ങൾ തീർച്ചയായും ഇതിനകത്ത് ഒഴിവാക്കണം. കൂടുതൽ വറുത്തത്, പൊരിച്ചത് മുതലായ വസ്തുക്കൾ ആസ്മ ഉണ്ടാകുന്ന ആളുകൾ ഒഴിവാക്കുന്നതാണ് ഏറ്റവും ഉചിതം. ഏറ്റവും എളുപ്പത്തിൽ ദഹിക്കുന്ന ആഹാരങ്ങൾ കഴിക്കുന്നതിന് പ്രത്യേകം ശ്രദ്ധിക്കണം. വയറെപ്പോഴും ശുദ്ധമായിരിക്കണം, അല്ലെങ്കിൽ അതും ആസ്മയെ വർദ്ധിപ്പിക്കുന്നതിന് ഒരു കാരണമായിരിക്കും. അതുപോലെ ഓരോ വ്യക്തിക്കും ഏതാണ് ഈ അവസ്ഥയെ വർദ്ധിപ്പിക്കുന്നതെന്ന് തിരിച്ചറിയുക എന്നുള്ളത് സ്വയവും പലപ്പോഴും നമുക്ക് ചെയ്യാൻ കഴിയും. നമുക്ക് ഒരു ദിവസം ശ്വാസം മുട്ട് കൂടി വരുമ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ കഴിച്ചിട്ടുള്ള ആഹാരങ്ങൾ എന്താണ്, അല്ലെങ്കിൽ പ്രത്യേക അവസ്ഥകളിൽ നമ്മളെ എന്തിനോടെങ്കിലും എക്സ്പോസ് ചെയ്തിട്ടുണ്ടോ, കൂടുതൽ പൊടിയടിച്ചിട്ടുണ്ടോ എന്നുള്ളതെല്ലാം നാം സ്വയം മനസ്സിലാക്കിക്കൊണ്ട് അത്തരം ആഹാരങ്ങളെ ഒഴിവാക്കുക, അത്തരം സാഹചര്യങ്ങളെ ഒഴിവാക്കുക എന്നുള്ളതെല്ലാം ആസ്മയിൽ വളരെ പ്രധാനമാണ്. കുട്ടികളിലുണ്ടാകുന്ന നിരന്തരമായി നാം പറയുന്ന ജലദോഷം, ചെറിയ ചുമ, ഇടയ്ക്കിടയ്ക്കുണ്ടാകുന്ന പനി, ഇതെല്ലാം ആ ഘട്ടത്തിലെ യുക്തമായ ആയുർവേദ ഔഷധങ്ങൾ കൊടുത്തുകൊണ്ട് മാറ്റേണ്ടതാണ്. ഇവിടെ പ്രത്യേകിച്ച് പറയേണ്ടത് നമ്മുടെ ഇമ്മ്യൂണിറ്റിയെ വർദ്ധിപ്പിക്കുന്ന വസ്തുക്കൾ, ഔഷധങ്ങൾ. കാരണം ഇമ്മ്യൂണിറ്റി ആസ്മ രോഗത്തിൽ വല്ലാതെ ബാധിക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ ഇമ്മ്യൂണിറ്റിയെ വർദ്ധിപ്പിക്കുന്ന ഔഷധങ്ങൾ ആയുർവേദത്തിൽ ധാരാളമുണ്ട്. രോഗത്തിൻ്റെ സിംറ്റംസിന് കൊടുക്കുന്ന ഔഷധങ്ങളോടൊപ്പം തന്നെ ഇമ്മ്യൂണിറ്റിയെ വർദ്ധിപ്പിക്കുന്ന ഔഷധങ്ങളും കൂടി കൊടുത്തുകൊണ്ടുള്ള ആയുർവേദ ചികിത്സ നമ്മൾ തുടരുകയാണെങ്കിൽ ആസ്മയിൽ നിന്ന് നമുക്ക് മോചനം നേടാമെന്നുള്ളതിൽ സംശയമില്ല. നമസ്കാരം.